നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ അഭിമാന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖം ഉണ്ടല്ലോ, ഉദ്ഘാടനം പ്രധാനമന്ത്രിയാണ് നടത്തിയത്. അതിനുശേഷം പോയി നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിൽ ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ വിഴിഞ്ഞത്തെ തുറമുഖം കൊണ്ട് കേരള സംസ്ഥാനത്തിന് ₹1 ഗുണമുണ്ടാകുമോ എന്ന തരത്തിലൊരു ചർച്ച ആരെങ്കിലും നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല എന്നാണ് ഉത്തരം. എന്നാൽ ഉള്ളത് പറയട്ടെ, ഏറ്റവും കുറഞ്ഞ 2028 വരെയെങ്കിലും ഒരൊറ്റ രൂപ പോലും കേരള സർക്കാരിന് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ചിലർ മനസ്സിലെങ്കിലും പറയും, ഇവനെന്താണ് ഇത് പറയുന്നത്? ഞങ്ങൾക്കറിയാമല്ലോ, അടുത്ത 50 വർഷത്തേക്ക് അദാനിയാണ് അതിൻ്റെ നടത്തിപ്പവകാശം. അതിനാൽ കിട്ടുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അനുഭവിക്കുന്നത് അദാനിയാണ്, സർക്കാരിനൊന്നും കിട്ടില്ല. അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്ത 50 വർഷത്തെ കരാറാണല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും നേരത്തെയൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ശരിയാണ്, 50 വർഷത്തേക്ക് അദാനി നടത്തുന്നു. പക്ഷേ ഇവിടെ വിഴിഞ്ഞത്തിറങ്ങുന്ന ദിവസവും ഇറങ്ങുന്ന ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ അത് കേരളത്തിൻ്റെ റോഡിലൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ വഴിയാണ് പോകുന്നത്. അതുവഴി കിട്ടുന്ന GST വിഹിതം, പിന്നീട് റോഡിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ടോൾ എന്തായാലും കൊടുക്കണമല്ലോ, ടോൾ വിഹിതം, ഇതൊക്കെ കൊണ്ട് ഓരോ ദിവസവും ലക്ഷങ്ങളുടെ വരുമാനം നമ്മുടെ ഖജനാവിന് ഉണ്ടാവും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഉദ്ഘാടനത്തിൻ്റെ അന്ന് തന്നെ പിണറായി വിജയൻ ഒരു വാചകം പ്രത്യേകം പറഞ്ഞിരുന്നു. ഇത് ശരിക്കും തീരേണ്ടിയിരുന്നത് 2028 പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ ഇത് തീർത്തു, ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് തങ്ങളുടെ തങ്ങൾ പൂർത്തിയാക്കിയ ഒരു പദ്ധതി ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നേരത്തെ ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. ഇത് ഉദ്ഘാടനം നടത്തിയെങ്കിൽ കൂടിയും ഒരൊറ്റ കണ്ടെയ്നർ, ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരൊറ്റ കണ്ടെയ്നർ കേരളത്തിൻ്റെ റോഡിലൂടെ ഈ 2028 വരെയെങ്കിലും ഓടാൻ പോകുന്നില്ല. കാരണം ഇതുവരെയും റോഡ് കണക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല. അതേപോലെ തന്നെ റെയിൽ കണക്ടിവിറ്റി. സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടുകൂറ്റൻ മദർഷിപ്പുകൾ അവിടെ വരും. ഓരോ മദർഷിപ്പിലും ആയിരക്കണക്കിന് വലിയ കൂറ്റൻ കണ്ടെയ്നറുകളുണ്ട്. ഇത് ആ വിഴിഞ്ഞം തുറമുഖത്ത് കൂറ്റൻ ക്രെയിനുകൾ കൊണ്ട് ഇറക്കി വെക്കും. അവിടെ തൊഴിലാളികളുടെ പോലും ആവശ്യമില്ല, അതിൻ്റെ ഓപ്പറേറ്റർമാർ വേണം. അത് തീർച്ചയായിട്ടും എന്തായാലും ഇവിടെയുള്ള CIT-കാരൊന്നുമല്ല, ഒരു കമ്പിയും കാണത്തില്ല. അതിനെപ്പറ്റി അറിയാവുന്ന ആളുകളായിരിക്കും, അത് അദാനി തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ആളുകളായിരിക്കും. അവരാണത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ മദർഷിപ്പിൽ നിന്ന് അവിടോട്ട് ഇറക്കും. പിന്നീട് ചെറിയ ചെറിയ കപ്പലുകളിൽ ഇതെല്ലാം തിരിച്ച് കയറ്റി ഓരോ സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഓരോ രാജ്യത്തേട്ട് കൊടുക്കുന്നു. അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് റോഡ് മാർഗം പോകുന്നത്. അല്ലാതെ നമ്മുടെ കേരളത്തിൽ നിന്നല്ല. കേരളത്തിലെ ഈ പരിപാടിയെല്ലാം തീരാൻ, അതായത് റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയൊക്കെ തീരാൻ മിനിമം 2028 എടുക്കും. അതുകൊണ്ടാണ് 2028 ഇത് തീരേണ്ടിയിരുന്നത് എന്ന് പറയുകയും, എന്നാൽ ഇത് ഞങ്ങൾ നേരത്തെ തന്നെ ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത്. സത്യത്തിൽ ₹1 പോലും ഈ 2028 വരെ കേരള ഖജനാവിന് കിട്ടാൻ പോകുന്നില്ല. തുറമുഖം നടത്തിപ്പും അതുവഴി കിട്ടുന്ന കാശുമൊക്കെ തീർച്ചയായിട്ടും അദാനിക്കാണ്. ഇതുകൂടാതെ നമ്മൾ നേട്ടമായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് തൊഴിലവസരങ്ങൾ കൂടുന്നു. നമ്മുടെ റോഡിലൂടെ ഈ കണ്ടെയ്നറുകൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് പോകുന്ന വഴിക്ക് ചിലപ്പോൾ അവർക്ക് ചായ കുടിക്കേണ്ടതായിട്ട് വരും, പെട്രോൾ അടിക്കേണ്ടതായിട്ട് വരും, പല സ്ഥലത്തും അവർക്ക് നിർത്തി പല സാധനവും വാങ്ങേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെ പല ആളുകൾക്ക് അത് നേട്ടമായേനെ. പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല 2028 വരെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനാണ് ഈ ഉദ്ഘാടനം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടു തന്നെയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ എന്തിനാണ് പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തതെന്ന്? പ്രധാനമന്ത്രി അങ്ങനെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം തൊട്ടേ അദ്ദേഹം ഈ സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാം, സർക്കാരിന് മാത്രം ഒരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെയോ ജനങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറ്റില്ല. സ്വകാര്യ ഇതുപോലുള്ള അദാനി പോലുള്ളവർ, യൂസഫ് അലി പോലുള്ളവരൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ വേണം, എങ്കിൽ മാത്രമേ അത് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അദാനിയാണ് ഈ പോർട്ടിൻ്റെ ആളെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്തും അദാനിയുടെ പോർട്ടുണ്ട്. ഇതുപോലൊരു സംരംഭത്തിന് അദ്ദേഹം ഒരിക്കലും നോ പറയില്ല. അദ്ദേഹം വരും. ഇനിയും അടുത്ത 2028 ഈ റോഡ് കണക്ടിവിറ്റി എല്ലാം പൂർത്തിയായതിനു ശേഷം, റെയിൽ കണക്ടിവിറ്റി എല്ലാം പൂർത്തിയായതിനു ശേഷം ആദ്യത്തെ കണ്ടെയ്നർ, ശ്രദ്ധിക്കുക, ആദ്യത്തെ കണ്ടെയ്നർ നമ്മുടെ റോഡിലൂടെ പോകുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഒരു ഉദ്ഘാടന മാമാങ്കം കൂടി നടക്കും. അന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെ വരും. കാരണം അത് 2028 അദ്ദേഹത്തിൻ്റെ കാലാവധി തീരത്തില്ല, 2029 വരെയുണ്ട്. പക്ഷേ ആ സമയത്ത് പിണറായി കാണുമായിരിക്കാം. പക്ഷേ പിണറായി മുഖ്യമന്ത്രിയായിട്ട് കാണുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിണറായി അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. ഇതുകൊണ്ട് സർക്കാരിന് ₹1 പോലും കിട്ടാൻ പോകുന്നില്ല. കിട്ടാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരൊറ്റ കണ്ടെയ്നർ പോലും ഈ റോഡിൽ കൂടെ പോകുന്നില്ല. ഇതിന് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സമീപ പ്രദേശത്ത് നിന്ന് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ടറിയാം, അവിടെ ഇതുവരെ റോഡ് കണക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഒരു രീതിയിലുള്ള ഒരു ചാനലിലും ചർച്ച ചെയ്യുന്നതും നിങ്ങൾ കണ്ടു കാണാൻ വഴിയില്ല. അവരെല്ലാം പറയുമ്പോൾ വലിയ നമ്മുടെ സ്വപ്ന പദ്ധതിയായിട്ട് വിഴിഞ്ഞം തീർന്നു, ഇതാ വികസനം അങ്ങ് വന്ന് കുമിഞ്ഞുകൂടാൻ പോകുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഈ കണ്ടെയ്നറുകൾ നമ്മുടെ റോഡിലൂടെയൊക്കെ പോയെങ്കിലേ ഉള്ളൂ നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെയുള്ള ഒരിടത്തേക്ക് ഈ കണ്ടെയ്നർ എത്തുന്നത്. എങ്ങനെയാണെന്ന് അറിയാമോ?
നമ്മുടെ വിഴിഞ്ഞത്തിറങ്ങിയതിന് ശേഷം അവിടുന്ന് അടുത്ത സംസ്ഥാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് ചെറു കപ്പലിൽ ചെന്നിട്ട് അവിടുന്ന് ഇറക്കിയിട്ട് അവിടുന്ന് റോഡ് മാർഗ്ഗമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നോർത്ത് നോക്കിയേ, ഇങ്ങനെ മൂക്കെ പിടിക്കേണ്ടതിന് ഇങ്ങനെ മൂക്കെ പിടിച്ച് വേണം വരാൻ. കാരണം ഇതുവരെ അങ്ങോട്ടുള്ള റോഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. മാത്രമല്ല ഈഞ്ചക്കൽ പോലുള്ള സ്ഥലങ്ങളിൽ, കുമരിച്ചന്ത പോലുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തീരാതെ കണ്ടെയ്നർ പോകില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കണ്ടെയ്നറുകൾ സർവീസ് റോഡിലൂടെ ഒന്നും പോകാൻ പറ്റുന്നതല്ല. അതിനാൽ ഇതൊക്കെ തീരാൻ മിനിമം 2028 വരെയെങ്കിലും എത്തും. ആ 2028 കഴിഞ്ഞതിന് ശേഷമേ നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് 10 പൈസ വന്നു തുടങ്ങിയുള്ളൂ. അതുവരെ ഇങ്ങനെ മേനി നടിക്കാം.